മദ്യഷാപ്പുകളുടെ പ്രവർത്തന സമയം 8 മണിവരെയാക്കി കുറയ്ക്കണമെന്ന ആവശ്യവുമായി ബെവ്കോ എംപ്ലോയീസ് സംഘ്. സ്ത്രീകളടക്കമുള്ള ജീവനക്കാരുടെ ദുരിതമൊഴിവാക്കാൻ സമയം പുനഃക്രമീകരിക്കണമെന്നാണ് ആവശ്യം. പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ട നിർദ്ദേശങ്ങൾ ബെവ്കോ എംപ്ലോയീസ് സംഘ് എക്സൈസ് മന്ത്രിക്ക് കൈമാറി. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളടക്കമുള്ളവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു വ്യക്തമാക്കിയിരുന്നു. മന്ത്രിയുടെ ഈ നടപടിയെ കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ജീവനക്കാരുടെ സംഘടനയായ ബെവ്കോ എംപ്ലോയീസ് സംഘ് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് സംഘടനാ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. വിദേശ മദ്യഷോപ്പുകളുടെ പ്രവർത്തനം പുനഃക്രമീകരിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. നിലവിൽ രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെയാണ് മദ്യഷോപ്പുകളുടെ പ്രവൃത്തി സമയം. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി ചെയ്തു വരുന്ന ജീവനക്കാരിൽ പകുതിയോളവും സ്ത്രീ ജീവനക്കാരായിരിക്കെ ഈ പ്രവൃത്തി സമയം അനുചിതമാണ്. ഇടപഴകുന്ന ഉപഭോക്താക്കളുടെ പ്രത്യേകതയും രാത്രിയാത്രയുടെ ബുദ്ധിമുട്ടും കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജീവനക്കാർ നിരന്തരം ആവശ്യപ്പെടുന്ന വിഷയമാണിത്. കോവിഡ് കാലത്ത് 8 മണിക്ക് ഷോപ്പ് അടച്ചിരുന്നപ്പോഴും കോർപ്പറേഷനിൽ വരുമാന നഷ്ടമുണ്ടായിട്ടില്ല. ആയതിനാൽ ആശങ്ക വേണ്ടെന്നും പ്രവൃത്തി സമയം 8 മണി വരെയാക്കി ചുരുക്കണമെന്നും ബെവ്കോ എംപ്ലോയീസ് സംഘ് ആവശ്യപ്പെടുന്നു. ജീവനക്കാർ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് FL1 ഷോപ്പുകളുടെ പ്രവൃത്തി സമയം 10 മണി മുതൽ 8 മണി വരെ ആയി കുറയ്ക്കുക എന്നുള്ളത്. മദ്യഷോപ്പുകളുടെ പ്രവർത്തന സമയം കുറച്ച കോവിഡ് കാലത്ത് 8 മണിയോടെ ഷോപ്പ് അടച്ചിരുന്നപ്പോഴും കോർപ്പറേഷന്റെയും സർക്കാരിന്റെയും വരുമാനത്തിൽ യാതൊരുവിധ നഷ്ടവും വന്നിട്ടില്ല. ആയതിനാൽ കോർപ്പറേഷനിലെ മുഴുവൻ വനിതാ ജീവനക്കാർക്കും മറ്റു ജീവനക്കാർക്കുമായി വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തന സമയം 1 മണിക്കൂറെങ്കിലും കുറച്ച് രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ആയി പുനഃക്രമീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്ന ഡ്രൈ ഡേ ഉത്തരവുകൾ പ്രായോഗികമല്ലെന്നും പുനഃപരിശോധിക്കണമെന്നുമാണ് മറ്റൊരാവശ്യം. പോളിംഗ് അവസാനിക്കുന്ന 6 മണി വരെയാണ് ഡ്രൈ ഡേ നിയന്ത്രണമുള്ളത്. എന്നാൽ പല പോളിംഗ് സ്റ്റേഷനുകളിലും പോളിംഗ് നീളാറുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഔദ്യോഗികമായി അവസാനിക്കാത്ത സമയത്ത് വൈകുന്നേരം 6 മണിക്ക് ഷോപ്പ് തുറന്നു പ്രവർത്തിക്കുന്നത് ജീവനക്കാർ ഡ്രൈ ഡേ സമയത്ത് ഷോപ്പിൽ വിൽപ്പന നടത്തിയതിന് പ്രകാരം ശിക്ഷാ നടപടിക്ക് വിധേയരാകേണ്ട സാഹചര്യം നിലവിലുണ്ട്. മാത്രമല്ല, മുഴുവൻ പൊതുജനങ്ങൾക്കും വോട്ടവകാശം വിനിയോഗിക്കാൻ സർക്കാർ അവധി നൽകുമ്പോൾ ചില്ലറ വിൽപ്പനശാലകളിലെ KSBC ജീവനക്കാർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുകയാണെന്നും ബെവ്കോ എംപ്ലോയീസ് സംഘ് ഉന്നയിക്കുന്നു. ആയതിനാൽ പൊതു തെരഞ്ഞെടുപ്പ് ദിവസം KSBC ചില്ലറ വിൽപ്പനശാലകൾക്ക് പൂർണ്ണ അവധി നൽകണമെന്നുമാണ് ആവശ്യം. ജനം, കൊച്ചി.